ഷീലോഡ്ജ് നടത്തിപ്പിൽ നിന്നും കുടുംബശ്രീയെ ഒഴിവാക്കുന്നുവെന്ന് ആരോപിച്ച LDF കൗൺസിലർമാർ. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ സംഘർഷം. കുടുംബശ്രീയെ ഒഴിവാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച LDF കൗൺസിലർമാർ നടുത്തളത്തിൽ പ്രതിഷേധിച്ചു. എല്ലാ സ്ത്രീ സംഘടനകളിൽ നിന്നുള്ളവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവരെ നടത്തിപ്പ് ചുമതല നൽകണമെന്ന UDF നിലപാട്. കഴിഞ്ഞ കാലങ്ങളിൽ മുൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണസമിതി തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഷീലോഡ്ജ് പണയം വെച്ചപ്പോൾ യാതൊരു കരാറുമില്ലാതെ, ഒരു എഗ്രിമെന്റ് പോലും ഇല്ലാതെ, യാതൊരു കൗൺസിൽ തീരുമാനമില്ലാതെ, ഒരു ബൈലോ ഇല്ലാതെ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഷീലോഡ്ജ് തീരേജ് കൊടുക്കുകയായിരുന്നു. എല്ലാവരും ഉൾപ്പെടെ ചർച്ചയ്ക്ക് വിധേയമായപ്പോഴാണ് ആ ചർച്ചയെ ഭയന്നുകൊണ്ട് തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് തീരേജ് കൊടുത്ത ഷീലോഡ്ജ് ഈ ഭരണസമിതി തിരിച്ചു പിടിക്കുകയാണെന്ന് കഴിഞ്ഞ കാലം തീരേജ് കൊടുത്ത കാര്യം ജനങ്ങൾക്ക് മുന്നിൽ വരുമെന്ന് കണ്ടപ്പോൾ ഭയപ്പെട്ടുകൊണ്ട് ഈ ചർച്ച തടസ്സപ്പെട്ട നടപടിയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രതിപക്ഷ കൗൺസിലർമാരും കാണിച്ചത്. ഇന്നത്തെ അജണ്ടയിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഷീലോഡ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബശ്രീയെ ഒഴിവാക്കുന്ന ഒരു പ്രധാനപ്പെട്ട അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ടയ്ക്കകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അജണ്ടയെ വളച്ചൊടിക്കുന്ന രീതിയിലേക്ക് ഭരണപക്ഷ കൗൺസിലർമാർ ഇടപെടുകയും മേയറടക്കമുള്ള ആളുകൾ അതിന് കൂട്ടുനിൽക്കുകയുമാണ് ഉണ്ടായത്. അതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ വന്നപ്പോൾ മേയർ ഇന്ന് ബെല്ലടിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. കുടുംബശ്രീയെ തച്ചു തകർക്കാനാണ് മേയറടക്കമുള്ള ഭരണസമിതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീ സംരക്ഷിക്കണമെന്ന നിലപാടാണ് LDFിന്റെ കൗൺസിലർമാരെന്ന രീതിയിലാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഷീലോഡ്ജിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് കോർപ്പറേഷന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അനീഷ് ആന്റണി ഉണ്ട്. അനീഷ്, എങ്ങനെയാണ് വിവരങ്ങൾ? കാർത്തു, ആ ദൃശ്യങ്ങളിൽ കണ്ട പോലെ കൗൺസിൽ യോഗത്തിനിടെ തൃശൂർ കോർപ്പറേഷൻ കീഴിൽ 2 ഷീലോഡ്ജുകളാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് ശക്തനിലും രണ്ടാമത്തേത് പഞ്ചിക്കൽ പുഴയ്ക്കലിലുമാണ് പ്രവർത്തിക്കുന്നത്. ഇത്രയും കാലം ഈ ഷീലോഡ്ജ് കുടുംബശ്രീയാണ് ഇതിന്റെ നടത്തിപ്പ് കൊണ്ടു നടന്നിരുന്നത്. UDF അധികാരത്തിൽ തൃശൂർ കോർപ്പറേഷൻ അധികാരമേറ്റ ശേഷം ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ബൈലോ വേണം. കുടുംബശ്രീയെ മാത്രം ഇത് ഉത്തരവാദിത്വം ഏൽപ്പിക്കാനാകില്ല. സ്ത്രീ സംഘടനകൾ, അതുപോലെ NGOs അല്ലെങ്കിൽ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന സഹകരണ സ്ഥാപനങ്ങൾ, ഇവയിൽ ആർക്ക് വേണമെങ്കിലും ഈ കുടുംബശ്രീയുടെ ഈ ഷീലോഡ്ജിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കാം. ഈ വിഷയമാണ് ഈ അജണ്ട. ഈ കൗൺസിൽ യോഗത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അജണ്ട വന്നിരുന്നു. ഈ അജണ്ടയെ ചൊല്ലിയാണ് തർക്കങ്ങളൊക്കെ ഉടലെടുത്തത്. ഇതൊക്കെ എത്തി ഉന്തും തള്ളുമുണ്ടായി, വിളിയുണ്ടായി, പോർവിളിയുണ്ടായി, പ്രതിച്ചു. അതിനുശേഷം മേയർ ബെല്ലടിച്ച് കൗൺസിൽ യോഗം പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഇതിൽ പ്രധാനമായും LDF ഇത്തരത്തിലൊരു ബൈലോ കൊണ്ടുവരുന്നതിന് പിന്നിൽ കുടുംബശ്രീയെ ഷീലോഡ്ജ് നടത്തിപ്പിൽ നിന്ന് ഒഴിവാക്കി അവരുടെ, അതായത് UDFന്റെ ഇഷ്ടക്കാർക്ക് നൽകാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശം മാത്രം ഈ കൗൺസിൽ യോഗത്തിൽ ഇത്തരത്തിൽ അജണ്ട കൊണ്ടുവന്നാണ് പറയുന്നത്. അതേസമയം UDF ആരോപിച്ചത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഷീലോഡ്ജ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ₹1 തൃശൂർ കോർപ്പറേഷൻ വരുമാനമായും എത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് LDF ഭരണസമിതി മുൻ ഭരണസമിതി LDF ഒരു ബൈലോ ഇതുമായും തയ്യാറാക്കിയില്ല. ഒരു കരാറ്, ഒരു രേഖ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും നടത്തിയില്ല. ഒരു കെട്ടിടം കുടുംബശ്രീയുടെ പേരിൽ LDF താല്പര്യമുള്ള സ്ത്രീകൾക്ക് അതിന്റെ നടത്തിപ്പ് ചുമതല നൽകി ₹1 വരുമാനം കോർപ്പറേഷനിൽ ഇത്ര രൂപ വാടക എന്ന് നിശ്ചയിച്ചിട്ടുള്ള ഒരു രേഖകളും ഇല്ലാതെയാണ് ഇത്രയും കാലം ഈ 2 ഷീലോഡ്ജ് UDF. അതും മാത്രമല്ല, ദിനം പ്രതി തൃശൂർ കോർപ്പറേഷന്റെ ചെലവിൽ കുടിവെള്ളം ടാങ്കർ ഈ ഷീലോഡ്ജുകളിലേക്ക് എത്തിക്കും. ഇതുമായി ബന്ധപ്പെട്ട ടാങ്കിൽ വെള്ളം അടിച്ച പൈസ പോലും കോർപ്പറേഷൻ ലഭിച്ചിട്ടില്ലെന്നാണ് UDF ആരോപിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാക്കുതർക്കമുണ്ടായി. ഉന്തും വരെ എത്തി പരസ്പരം മുദ്രാവാക്യം വിളിയുണ്ടായി. കൗൺസിൽ യോഗം പിരിച്ചുവിടേണ്ടി വന്നു. എന്തായാലും ഒരു കാരണവശാലും സ്ത്രീയെ ഒഴിവാക്കി ഷീലോഡ്ജ് നടത്തിപ്പ് അനുവദിക്കില്ലെന്നാണ് LDFന്റെ വാദം. അതുമായി ബന്ധപ്പെട്ട് LDF പ്രക്ഷോഭത്തിലേക്ക് കടക്കും എന്നുള്ള കാര്യമാണ് LDF പറഞ്ഞു വെക്കുന്നത്. എന്തായാലും UDF ഇത് സ്ത്രീകൾക്ക് കുടുംബശ്രീ എന്നുള്ള പേരിൽ
എഴുത്തക്കാർക്ക് നടത്താതെ സ്ത്രീകൾ മാത്രം നടത്തുന്ന രീതിയിലേക്ക്, അതായത് മറ്റ് സംഘടനകളിലോ NGO സംഘടനയിലോ ബന്ധപ്പെട്ട സഹകരണ സംഘടന ഏത് സ്ത്രീകൾക്കും ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നേതൃത്വത്തിനുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരാം. ഈ ടെൻഡർ വെച്ച് ഈ 2 കുടുംബശ്രീ യൂണിറ്റുകളോ ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ ആരെങ്കിലും വന്നാൽ, സംഘടനകൾ വന്നാൽ ഷീലോട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സമർപ്പണം നൽകും എന്നുള്ള കാര്യമാണ് UDF പറയുന്നത്. രാത്രികാലം തൃശൂർ നഗരത്തിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായും ചുരുങ്ങിയ ചെലവിലും താമസിക്കുക എന്ന ആശയം മുൻനിർത്തിയാണ് ഇത്തരത്തിൽ കോർപ്പറേഷൻ 2 2018 മുതൽ പ്രവർത്തനം ആരംഭം. അതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബശ്രീയാണ് ഇത്രയും കാലം നടത്തി വന്നിരുന്നത്. മാറ്റാൻ ഒരു ഗുണ്ട നീക്കത്തിന് ഒരു കൗൺസിലേക്ക് കൊണ്ടുവന്നാണ് LDF ആരോപണം. എന്തായാലും കൗൺസിൽ ഇപ്പോൾ അവസാനിപ്പിച്ച് ബെല്ലടിച്ച് കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. LDF പ്രതിഷേധിച്ചു. അതിനുശേഷം കൗൺസിൽ ഹാളിൽ നിന്ന് പുറത്തുവന്ന മുദ്രാവാക്യം ഇപ്പോൾ രംഗം ശാന്തം. ശരി, വ്യക്തമാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.